നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകം ഇത്രനാളും ശ്വാസമടക്കി നിന്ന പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് അറുതി വീഴുകയാണ്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഹമാസ് ഇസ്രയേൽ സംഘർഷം പരിഹരിക്കപ്പെടുന്നു. ഒരിക്കൽ ഹമാസിനെ മുഴുവനായും നശിപ്പിച്ച ശേഷം മാത്രമേ ആയുധം താഴെ വയ്ക്കൂ എന്ന് ശപഥം ചെയ്ത ഇസ്രയേൽ ഇന്ന് നിലപാട് മാറ്റുന്നു. ഇത് ഉക്രൈന് ഒരു പാഠമാണ്. അടുത്ത ട്രംപിന്റെ ലക്ഷ്യം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക തന്നെയാണ്. പുതിനുമായി ട്രംപ് തുടരുന്ന സൗഹൃദം പ്രയോജനപ്പെടുത്തി അത് നടപ്പിലാക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. അപ്പോഴേക്കും ഉക്രൈൻ ബാക്കിയുണ്ടാകുമോ എന്ന കാര്യത്തിലാണ് തീർപ്പില്ലാത്തത്. നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. ചോര ചിന്തിയ ഒരു ദുരിതകാലത്തിന് അറുതി വരുത്തിക്കൊണ്ട് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ചരിത്രപരമായ കരാറിന് അംഗീകാരം കിട്ടിയിരിക്കുന്നു. വെടിനിർത്തലിനും ഹമാസ് ബന്ദികളാക്കിയവരെ വിട്ടയക്കാനുമാണ് ധാരണയായിരിക്കുന്നത്. അമേരിക്കയുടെ പിന്തുണയോടെ ഈജിപ്ത്, ഖത്തർ മധ്യസ്ഥർ മാസങ്ങളോളം നടത്തിയ സന്ധി സംഭാഷണത്തിനൊടുവിലാണ് കരാർ ഇരുപക്ഷവും അംഗീകരിച്ചത്. ജനുവരി 20-ന് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതിന് തൊട്ടു മുൻപാണ് കരാർ എന്ന സവിശേഷതയും ഇതിനുണ്ട്. പശ്ചിമേഷ്യയെ പിടിച്ചു കുലുക്കിയ 15 മാസത്തെ യുദ്ധത്തിന് അവസാനം കുറിക്കുന്ന നിർണായക ചുവടുവെപ്പാണ് കരാർ. 2023 ഒക്ടോബർ മാസത്തിൽ ആരംഭിച്ച യുദ്ധത്തിൽ നിന്നും പശ്ചിമേഷ്യ കരകയറുമ്പോൾ യൂറോപ്പിനെ ആകെ ബാധിച്ച ശനിദശയായ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് പരിസമാപ്തി കുറിക്കപ്പെടുമോ എന്ന ചോദ്യം ഇവിടെ ഉയർന്നു വന്നേക്കാം. അതിനുള്ള ഉത്തരത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഗാസയിലെ വെടിനിർത്തലിന് വേണ്ടിയുള്ള സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിൽ അമേരിക്ക നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ തന്നെ മറ്റ് പല ആഗോള സംഘടനകളിലും US ശ്രദ്ധ ചെലുത്തണമെന്നാണ് പറയപ്പെടുന്നത്. കാരണം ട്രംപ് വരികയാണല്ലോ. യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്ന് ട്രംപിന്റെ നിലപാട് കൂടിയാകുമ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധവും അവസാനിക്കും. റഷ്യ ഉക്രൈൻ യുദ്ധമാണ് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലൊന്ന്. അതായത് ആഗോള പ്രതിസന്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ യുദ്ധം തന്നെയാണ്. പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം ഉക്രൈന് കാര്യമായ സൈനിക സാമ്പത്തിക പിന്തുണ നൽകിയപ്പോൾ മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം പരിഹരിക്കുന്നതിന് ബദൽ സമീപനം നിർദ്ദേശിക്കുകയായിരുന്നു. ബൈഡൻ ഇറങ്ങി ട്രംപ് വരുമ്പോൾ അതിന്റെ സൂചനകൾ നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. റഷ്യയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കാമെന്ന ധാരണയാണ് നൽകുന്നത്. പുതിന് വേണ്ടത് ലളിതമായ ഒരു കാര്യം മാത്രം: നാറ്റോ സഖ്യത്തിൽ ഉക്രൈൻ ചേരരുത്. അതിനുവേണ്ടി അദ്ദേഹം അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് സംസാരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതി അമേരിക്ക ഫസ്റ്റ് എന്ന അദ്ദേഹത്തിന്റെ ദീർഘകാല രാഷ്ട്രീയ തത്വചിന്തയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഉള്ളത് തന്നെയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ വീക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ ഇനി പറയുന്നത്. വിദേശ നയത്തോടുള്ള തന്റെ സമീപനം അമേരിക്കൻ ശക്തി നിലനിർത്തുന്നതിലും US താൽപര്യങ്ങളെ നേരിട്ട് ബാധിക്കാത്ത സംഘർഷങ്ങളിൽ അനാവശ്യ ഇടപെടൽ ഒഴിവാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് താൻ അധികാരത്തിലിരുന്നാൽ വേഗത്തിലും ഫലപ്രദമായും സമാധാന ഉടമ്പടി ചർച്ച ചെയ്യാമെന്ന് ട്രംപ് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘട്ടനത്തിൽ US അമിതമായി ഇടപെടരുതെന്നും ആഗോള അസ്ഥിരത രൂക്ഷമാകാതെ നോക്കണമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം ഇവിടം വരെ കൊണ്ടെത്തിച്ചത് മറ്റാരുമല്ല, അത് അമേരിക്കയാണ് എന്ന വസ്തുതയാണ്. റഷ്യ എന്ന വലിയ രാജ്യത്തെ തള്ളി താഴെയിടാനോ അവരോട് പൊരുതാനോ ഒന്നും തന്നെ ശേഷിയില്ലാത്ത ഉക്രൈന്റെ കയ്യിൽ വലിയ വലിയ ആയുധങ്ങൾ നൽകി യുദ്ധത്തിന് ഇന്ധനം പകർന്നതിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ പങ്ക് ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്നാൽ ട്രംപ് വരുന്നതോടെ കഥയും കളിയും മാറുന്നു. അതുതന്നെയാണ് ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത്. ട്രംപിന്റെ വാക്കുകൾ പലപ്പോഴായി അമേരിക്കയുടെ സാമ്പത്തികവും സൈനികവുമായ ശക്തിക്ക് അനുകൂലമായ കരാറുകൾ ഉണ്ടാക്കാൻ ഊന്നിപ്പറയുന്നവയാണ്. താൻ പ്രസിഡന്റായാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ടുള്ള ചർച്ചകളിലൂടെ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ട്രംപിന്റെ നിർദ്ദിഷ്ട തന്ത്രം സൂചിപ്പിക്കുന്നത് ഇരുപക്ഷത്തെയും ഒരു വിട്ടുവീഴ്ചയിലേക്ക് തള്ളിവിടാൻ US സാമ്പത്തിക ഭൗമരാഷ്ട്രീയ ശക്തിയെ സ്വാധീനിക്കുന്നുവെന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും ആവശ്യമെങ്കിൽ ഉക്രൈനുള്ള സാമ്പത്തിക അല്ലെങ്കിൽ സൈനിക സഹായം നിർത്തലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ റഷ്യയിൽ സമ്മർദ്ദം ചെലുത്താൻ നാറ്റോയ്ക്കും യൂറോപ്യൻ സഖ്യകക്ഷികൾക്കും മേൽ അമേരിക്ക സ്വാധീനം ഉപയോഗിച്ചും അത് നടപ്പിലാക്കുകയെന്നതാണ് ട്രംപിന് നിഷ്പ്രയാസം സംഭവിക്കുന്ന കാര്യം. എന്തൊക്കെയായിരിക്കും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് പ്ലാൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. പുതിനുമായി നേരിട്ടുള്ള ചർച്ചയാണ് ആദ്യത്തെ അദ്ദേഹത്തിന്റെ മാർഗം. വ്ളാഡിമിർ പുതിനുമായി വ്യക്തിപരമായ ബന്ധം ഇടനിലക്കാരന്റെ ആവശ്യകതയില്ലാതെ തന്നെ
ട്രംപിന് സംസാരിക്കാമെന്ന മാർഗമുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുതന്നെയാണ് ട്രംപിന്റെ ആത്മവിശ്വാസം. പുതിന്റെ നേതൃത്വത്തെ അദ്ദേഹം പലപ്പോഴും പ്രശംസിക്കുകയും ഒത്തുതീർപ്പ് സുഗമമാക്കുന്നതിന് തന്റെ ബന്ധം ഉപയോഗിക്കാമെന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ സമീപനം നേരിട്ടുള്ള മുഖാമുഖ നയതന്ത്രത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ സമാധാന ഉടമ്പടി പ്രോത്സാഹിപ്പിക്കുന്നതിന് യുഎസിന്റെ നേതാവെന്ന നിലയിൽ തന്റെ സ്വാധീനം ഉപയോഗിക്കുക തന്നെ ചെയ്യും. സംഘർഷത്തിൽ യുഎസിന്റെ പങ്കാളിത്തം കുറയ്ക്കുക എന്നതാണ് അടുത്ത പോംവഴി. ഉക്രൈന് കാര്യമായി സൈനിക സഹായം ഉൾപ്പെടെ നൽകുന്ന ബൈഡൻ ഭരണകൂടത്തിന്റെ നയവുമായി ട്രംപിന്റെ പദ്ധതി തികച്ചും വ്യത്യസ്തമാണ്. അമേരിക്കൻ സുരക്ഷയെ നേരിട്ട് ബാധിക്കില്ലെന്ന് അവകാശപ്പെടുന്ന ഒരു സംഘട്ടനത്തിൽ യുഎസിന്റെ ജീവനും വിഭവങ്ങളും ബലിയർപ്പിക്കരുത് എന്ന് വാദിച്ച ട്രംപ് ഉക്രൈനുള്ള സൈനിക സഹായം കുറയ്ക്കാനും നിർത്താനും ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. റഷ്യക്കെതിരായ ഉപരോധങ്ങളും സമ്മർദ്ദവും കൂടുതൽ ഏർപ്പെടുത്തുക എന്നതാണ് അടുത്ത വഴി. ഇതുവഴി സമ്മർദ്ദം ചെലുത്താനും യുഎസിന് സാധിക്കും. യുഎസ് ഇടപെടൽ കുറയ്ക്കാൻ ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും റഷ്യയുടെ ആക്രമണം തുടരുന്ന ഘട്ടമാണെങ്കിൽ സാമ്പത്തിക ഉപരോധങ്ങളും മറ്റ് സമ്മർദ്ദങ്ങളും ഉപയോഗിക്കാനും അദ്ദേഹം തയ്യാറായേക്കും. തന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന തത്വചിന്തയ്ക്ക് അനുസൃതമായി റഷ്യയെ ചർച്ചമേശയിലേക്ക് നിർബന്ധിക്കുന്നത് യുഎസ് അതിന്റെ സാമ്പത്തിക സ്വാധീനം പ്രയോജനപ്പെടുത്തുമെന്ന് തന്നെയാണ് ട്രംപ് വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും ഊർജ്ജ വിതരണം വളരെയധികം ആശ്രയിക്കുന്ന യൂറോപ്യൻ സഖ്യകക്ഷികളുമായുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നത് ഒഴിവാക്കാൻ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഊർജ്ജ വിതരണത്തിൽ വളരെയധികം ആശ്രയിക്കുന്ന യൂറോപ്യൻ സഖ്യകക്ഷികളെ പിണക്കാതിരിക്കാൻ ഈ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ട്രംപ് ചെലുത്തേണ്ടതുണ്ട്. യൂറോപ്യൻ ഉത്തരവാദിത്തമാണ് അടുത്ത കാര്യം. ട്രംപിന്റെ സമീപനത്തിൽ മറ്റൊരു കേന്ദ്ര ഘടകം യൂറോപ്യൻ രാജ്യങ്ങളെ സംഘർഷത്തിൽ കൂടുതൽ പങ്കുവഹിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നതാണ്. ഉക്രൈന്റെ പ്രതിരോധത്തിൽ വേണ്ടത്ര സംഭാവന നൽകാത്തതിന് നാറ്റോ സഖ്യകക്ഷികളെ അദ്ദേഹം വിമർശിക്കുകയും സംഘർഷം പരിഹരിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ മുൻകൈയെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയുമായുള്ള ഭൂമിശാസ്ത്രപരമായ സാമീപ്യവും സാമ്പത്തിക ബന്ധവും കാരണം യൂറോപ്പിന് യുദ്ധത്തിൽ കൂടുതൽ പങ്കാളിത്തമുണ്ടെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. യുഎസ് വിദേശ നയത്തെ അനുകൂലിക്കുന്നവരെ ആകർഷിക്കുന്ന ട്രംപിന്റെ പദ്ധതി വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമീപനം റഷ്യൻ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക സമഗ്രതയെ ചുറ്റിപ്പറ്റിയുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നാണ് വിമർശകർ പറയുന്നത്. കൂടാതെ പുടിനുമായുള്ള ട്രംപിന്റെ അടുത്ത ബന്ധം യുഎസ് താൽപര്യങ്ങളെ ദുർബലപ്പെടുത്തുകയും റഷ്യയ്ക്ക് അനാവശ്യ ഇളവുകൾ നൽകുകയും ചെയ്യുമെന്നും വിമർശകർ ചോദിക്കുന്നു. കൂടാതെ ഉക്രൈനുള്ള യുഎസ് പിന്തുണ കുറയ്ക്കുന്നതിനുള്ള ട്രംപിന്റെ നിർദ്ദേശം റഷ്യൻ മുന്നേറ്റങ്ങളെ ചെറുക്കുന്നതിന് അമേരിക്കൻ സഹായത്തെ വളരെയധികം ആശ്രയിക്കുന്ന ഉക്രൈന് തിരിച്ചടിയാകാൻ സാധ്യതയുള്ളതായി ചിലർ വിലയിരുത്തിയിട്ടുമുണ്ട്. സൈനിക പിന്തുണ നിർത്തുന്നത് ഉക്രൈന്റെ നിലയെ ദുർബലപ്പെടുത്തുമെന്ന് വിരോധികൾ വാദിക്കുന്നു. പ്രത്യേകിച്ച് റഷ്യ കിഴക്കൻ പ്രദേശങ്ങളിൽ അധിനിവേശം തുടരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ പറയുന്നത്. അതിനിടയിലാണ് മറ്റൊരു സംഭവം കൂടി എനിക്ക് പറയാനുള്ളത്. റഷ്യയുടെ അതിർത്തി കടന്ന് കുസ്ക് മേഖലയിലേക്കുള്ള ഉക്രൈന്റെ കടന്നുകയറ്റവും റഷ്യൻ ഗ്യാസ് കേന്ദ്രത്തിന് നേർക്ക് ഉയർത്തിയ ഭീഷണിയുമെല്ലാം ഇപ്പോൾ ഉക്രൈന്റെ നേർക്ക് തന്നെ തിരിച്ചടിയാവുകയാണ്. 2022 സെപ്റ്റംബറിൽ ബാൾട്ടിക് കടലിലെ നോർഡ് സ്ട്രീം അണ്ടർ വാട്ടർ ഗ്യാസ് പൈപ്പ് ലൈനുകൾ ബോംബാക്രമണം നടത്തിയതിനു ശേഷം അമേരിക്കയുടെ വാക്കും കേട്ട് ടർക്ക് സ്ട്രീം ഗ്യാസ് പൈപ്പ് ലൈൻ ലക്ഷ്യമിടാനൊരുങ്ങിയ ഉക്രൈന് നല്ല തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയത്. റഷ്യയിലെ ക്രാസ്നോദർ മേഖലയിലെ ഗൈക്കോഡ്സ്കോർ ഗ്രാമത്തിന് സമീപമുള്ള ഗ്യാസ് കംപ്രസർ സ്റ്റേഷനിൽ 9 കാമിക്കേസ് ഡ്രോണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസങ്ങളായി ഉക്രൈൻ നടത്തിയ ആക്രമണം റഷ്യ പൊട്ടിച്ച് കയ്യിൽ കൊടുക്കുകയായിരുന്നു. കരിങ്കടലിലൂടെ തുർക്കിയിലേക്കും മറ്റ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും റഷ്യൻ പ്രകൃതിവാതകം എത്തിക്കുന്നുണ്ടെന്ന ടർക്ക് സ്ട്രീം പൈപ്പ് ലൈനിന്റെ പ്രവർത്തനത്തിന് നിർണായക പങ്കുവഹിക്കുന്ന കേന്ദ്രമാണ് ഇവിടം. ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ആക്രമണത്തിന് പിന്നാലെ തന്നെ വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു. യൂറോപ്പിന്റെ ഊർജ്ജ സ്ഥിരതയെ തകർക്കുന്ന നടപടികളെ അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്നതായും ലാവ്റോവ് ആരോപിക്കുകയുണ്ടായി. ഉക്രൈനെ മുൻനിർത്തി യൂറോപ്യൻ യൂണിയന്റെ ഊർജ്ജക്ഷേമത്തെ നശിപ്പിക്കുന്ന ഭീകരാക്രമണങ്ങൾ നടത്താനാണ് അമേരിക്ക പദ്ധതിയിടുന്നതെന്നും ലാവ്റോവ് കുറ്റപ്പെടുത്തിയിരുന്നു. രാജ്യത്ത് കയറിക്കളിച്ച ഉക്രൈനും അമേരിക്കയ്ക്കും ഇപ്പോൾ ഉക്രൈന്റെ സൈനിക വ്യാവസായിക സമുച്ചയത്തെ പോഷിപ്പിക്കുന്ന ഉക്രൈനിലെ ഗ്യാസ് എനർജി സമുച്ചയങ്ങൾക്കെതിരെ സംയുക്ത ആക്രമണം നടത്തിയാണ് റഷ്യ മറുപടി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ ഇനി കൂടുതൽ നാൾ റഷ്യ ഉക്രൈൻ യുദ്ധം നീണ്ടുപോകാൻ സാധ്യതയില്ല. കാരണം ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ ബിസിനസ് എന്ന സമവാക്യത്തിലേക്ക് ലോകം ചുരുങ്ങും. ആ സന്ദർഭത്തിൽ യുദ്ധങ്ങൾ അനാവശ്യ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗാസയിൽ സംഭവിച്ചത് റഷ്യ ഉക്രൈൻ സംഘർഷത്തിലും സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയായാലും യുദ്ധം ഒന്നിന് പരിഹാരമല്ലല്ലോ. നമുക്കും യുദ്ധം അവസാനിക്കാൻ വേണ്ടി നിൽക്കാം. അപ്പോൾ മറ്റൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി.